സുമതി, ചിരട്ടച്ചട്ടിയിൽ മുരിങ്ങക്കപ്പൂ കോൽക്കറി വെച്ച് നടന്നപ്പോ അമ്മയുടെ വാത്സല്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നോടാണോ നീ സ്നേഹത്തെ കുറിച്ച് ചോദിക്കുന്നത്? ചിരട്ടച്ചട്ടിയിൽ മുരിങ്ങക്കാപ്പൂ കറി വെച്ച് നടന്നപ്പോൾ മുരിങ്ങക്കാപ്പൂ കറി, ചിരട്ടച്ചട്ടിയിൽ മുരിങ്ങക്കാപ്പൂ കറി, ചിരട്ടച്ചട്ടി മുരിങ്ങക്കാപ്പൂ. ഇതൊരു ഡയലോഗാണ്. ഒന്നുമില്ലെങ്കിൽ അയാൾ ആലോചിക്കണ്ട, ഞാനൊരു ഡോക്ടറാണ്. ഡോക്ടർ സാറേ, ഡോക്ടർ മന്മഥനാണ്. ഒരു ചെറിയ ഡൗട്ട് നമ്മുടെ സ്ക്രിപ്റ്റിലേ. ഈ ചിരട്ടച്ചട്ടിയിൽ മുരിങ്ങയ്ക്ക പൂക്കറി വെച്ച് നടന്നുള്ള ആ സംഭവത്തിൽ നമ്മുടെ ഈ മുരിങ്ങയ്ക്ക പൂക്കറി എന്നുള്ളത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും തക്കാളി കറിയോ വെണ്ടയ്ക്ക കറിയോ ആക്കാൻ പറ്റുമോ? പറ്റില്ല. മുരിങ്ങയ്ക്ക തന്നെ വേണോ? ഇല്ല, മുരിങ്ങയ്ക്ക പൂ മതി, കുഴപ്പമില്ല. ഓ പിന്നെന്താ? ഓ ശരി. മുരിങ്ങയ്ക്ക കുന്തമാണ്, വെറുതെയാണ്. സംവിധായകൻ എന്നുള്ള ജാട കാണിക്കാൻ വേണ്ടി മുരിങ്ങയ്ക്ക് അങ്ങ് മാറിപ്പോയ അയാളെ കഥ അങ്ങ് മാറിപ്പോകും. ഒന്നുകൂടെ നോക്കാം. സുഗതൻ, എന്താ പ്രശ്നം? വയറുവേദനയാണ് സാർ. ആ, എത്ര നാളായി തുടങ്ങിയിട്ട്? അത് ഇടയ്ക്കിടയ്ക്കുണ്ട്. എന്നിട്ട് എന്താ കഴിച്ചേ? കഞ്ഞി കുടിച്ചോ? വേദന വന്നോ? കഞ്ഞി കുടിച്ചാലും അതേമാതിരി എന്തെങ്കിലും വയറ്റിലേക്ക് ഭക്ഷണം ചെന്ന് അപ്പം വയറുവേദന തുടങ്ങും. ഒരു കാര്യം, രാത്രി കഞ്ഞി പോലുള്ള ആഹാരം ഒന്നും കൊടുക്കണ്ട. പിന്നെന്താ കൊടുക്കണ്ടേ? രാത്രി ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഉറങ്ങാനുള്ള സമയമല്ലേ, പിന്നെ അങ്ങോട്ട് ചെറിയ തിളപ്പിച്ചാറിയ വെള്ളം വല്ലതും കൊടുത്താൽ മതി. അത് കുടിച്ചിട്ടും കിടന്നാൽ മതി. വിശപ്പ് വരുമ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് വല്ലതും കൊടുക്കുക. അപ്പൊ രാവിലെ എന്താ കൊടുക്കണ്ടേ? രാവിലെ എന്താ സാധാരണ കൊടുക്കാറ്? രാവിലെ അവളൊന്നും തരാറില്ല. അല്ല, അവള് ജോലിക്ക് പോകും, അപ്പം ഞാനെടുത്ത് കഴിക്കാറാ പതിവ്. ഓ, അപ്പോൾ മോള് ജോലിക്ക് പോകുമ്പോൾ എല്ലാം വലിച്ചുവാരി കഴിക്കുമല്ലേ? മോളല്ല, ഭാര്യ. ESI ആനുകൂല്യം ആർക്കാ ഉള്ളത്? എനിക്കാണ്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലെ സ്വീപ്പറാണ്. അത് ശരി. അപ്പോൾ ഇതിനകത്ത് ഇറച്ചി, മുട്ട, മീൻ, ഇജാതി സാധനങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കണം. അല്ല, ഞാൻ ജനിച്ച മുതൽ പച്ചക്കറി കഴിക്കാറുള്ളൂ, ഇറച്ചി മീനും തിന്നാറില്ല. എന്നൊരു കാര്യം ചെയ്യ്, പച്ചക്കറി അങ്ങ് ഒഴിവാക്കുക. ഏതിലാ കുഴപ്പമൊന്നും കണ്ടെത്തണ്ടേ? സാറേ, അങ്ങനെ കട്ടിയുള്ള ഭക്ഷണം ഒന്നുമില്ല. ഇപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിച്ചാലും വയറിങ്ങനെ ആകെ വേദനിക്കാൻ തുടങ്ങും. ഞാനേ ഇപ്പോൾ കുറച്ച് മെഡിസിൻസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും നിങ്ങളുടെ തലവേദന മാറും. തലവേദനയല്ല സാർ, വയറുവേദന. വയറിനാണ് വയറും ഒക്കെ വേദന തന്നെയാണല്ലേ? വേദനയ്ക്കുള്ള മെഡിസിൻസ് ഉണ്ട്, ഗ്യാസിൻ്റെ ഉണ്ട്. ചിലപ്പോൾ ഈ വയറുവേദനയോട് തലവേദനയും വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നത്, പേടിക്കാനൊന്നുമില്ല. അതല്ലേ സാർ. ഫ്ലോയിൽ വന്നതാണ്, അപ്പോഴേക്കും കയറി വന്ന് നശിപ്പിച്ചു. സുമതി, ചിരട്ടച്ചട്ടിയിൽ മുരിങ്ങപ്പൂൽ കോൽക്കറി. കോൽക്കറി, ഇതൊരു കഷ്ടം തന്നെ. അതെ ഡയറക്ടർ സാർ അങ്ങനെ പറയുന്നത്. എൻ്റെ ഡയലോഗിലല്ല ഏറി വന്നത് സാറേ, ആ ഫൽഗുണൻ ഡോക്ടറുടെ ഡയലോഗിലാണ് ഏറി വന്നത്. അത് എൻ്റെ നെറ്റിൽ തന്നെ വന്നുകൊണ്ട് ഞാൻ തെറ്റിച്ചില്ലല്ലോ, ഞാൻ ഡയലോഗ് പറഞ്ഞില്ലല്ലോ. അതിനും അയാളേറി വാങ്ങിച്ചില്ലേ? അതെ, അപ്പോൾ വന്നത് പോയി ഇരിക്കട്ടെ. ആ പുതിയ നാടകത്തിൽ എനിക്ക് ത്രൂ ആയിട്ടായിട്ട് എന്തെങ്കിലും കുറച്ചുകൂടെ വ്യത്യസ്തമാകുന്ന ഒരു വേഷം തരണം. പുരാണ നാടകമായാലും കുഴപ്പമില്ല. ത്രൂ ഔട്ടായിട്ട് കുന്തം പിടിച്ചിട്ട് പഠനോ ഡയലോഗോ മിണ്ടാതെ നിൽക്കണോ? ഓക്കെ, ഞാൻ കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം കേട്ടോ. ഓക്കെ. എന്താ ഇപ്പൊ ഭയങ്കര വേദനയായി. 2 ദിവസം മുമ്പ് വന്നിരുന്നു, വയറുവേദന പറഞ്ഞു. ഞാൻ തന്ന ഗുളികയെല്ലാം കഴിച്ചില്ലേ? എല്ലാം കഴിച്ചു. എന്നിട്ടും മാറ്റമൊന്നുമില്ല? ഇല്ല, നല്ല വേദനയാ. എടുത്തിട്ട് വാ. വേദന ഉണ്ടോ? അയ്യോ, ഇവിടെയാ? ഇവിടെ ഉണ്ടോ? ഇവിടെയാ? വയറിൻ്റെ ഉള്ളിൽ മുഴുവനും. ഓ, ഇപ്പം രാത്രി തീരെ ഉറക്കല്ലേ ഡോക്ടറെ? ഇതിപ്പം മൊത്തത്തിൽ വേദനയാണല്ലോ ഇത്. ഇത് വിശദമായിട്ടൊന്ന് പരിശോധിക്കണം. ശരി സാർ.
ഇവിടല്ല, ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഞാൻ നമ്മുടെ ജില്ലാ ESI ഹോസ്പിറ്റലിലേക്ക് റെഫറൻസ് തരാം. അവിടെ 2 ദിവസം കിടന്ന് ഫുൾ ചെക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴേക്കും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഹലോ, ആരാത്? സുജാതയാ? ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ അങ്ങോട്ട് വിട്ടിക്കണം. പീതാംബരം എന്നുള്ള ആൾ IP ആണേ. ശരി ശരി. വരും. വയറുവേദനയാണ്. അപ്പോൾ ESI ഡിസ്പെൻസറി കാണിച്ചിട്ട് ആക്കില്ല? ഇല്ല, ഒരു 3 ദിവസത്തെ മരുന്ന് കഴിച്ചു, പക്ഷെ കുറവില്ല. രാത്രിയൊന്നും തീരെ ഉറങ്ങണില്ല, വേദനിച്ചിട്ടേ. ശ്വാസമെടുക്കി ഇവിടെ. അമർത്തുമ്പോൾ വേനുണ്ടോ? എന്ത് കഴിച്ചാലും അപ്പൊ വേദനയെന്നാ പറയണേ. അപ്പോൾ ഒരു പണി നമുക്ക് ഇവിടെ 2 ദിവസം കൊണ്ട് കിടക്കട്ടെ ഒബ്സർവേഷനിൽ. കിടക്കാൻ വേദന മാറണ്ടേ? രോഗം മാറണ്ടേ? അത് വേണം. ഇതാ ഇത് അവിടെ കാണിച്ചാൽ മതി കേട്ടോ. എന്നാ ചെല്ലി. ഹലോ, ഇപ്പോൾ സുഗതം എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റിനെ ഞാൻ അങ്ങോട്ട് വിട്ടിക്കണം. അതും IP ആണേ. കുടിക്കേ. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറുവേദന കൂടണേ എന്ന് പറഞ്ഞ് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കാൻ. അന്നേങ്ങോട്ട് കളഞ്ഞു കണ്ട. ഇത് എന്തായിട്ടത്? 3 ദിവസമായില്ലേ ഇവിടെ വരണ്ട്. ഒരു വേദനയ്ക്ക് ഒരു കുറവില്ലല്ലോ. എങ്ങനെയുണ്ട്? ഭക്ഷണമൊക്കെ കഴിക്കണ്ടോ? ഭക്ഷണമായിട്ടൊന്നുമില്ല, ഒരു ബ്രെഡ് കഴിച്ചു. ഇപ്പതേ കുറച്ച് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുന്നില്ലേ? ഭക്ഷണം കുടിച്ച വേദന കൂടുതൽ. അത് നോക്കണ്ട, വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ. വെള്ളം കുടിച്ചാൽ തന്നെ ഒരു മാറ്റം കിട്ടും. ഇപ്പോഴും നല്ല വേദന ഉണ്ട് വയറ്റിൽ, ഒരു കുറവില്ല. നമുക്കേ ഒരു CT സ്കാൻ ചെയ്യണം. എന്നാ ഇവിടുന്ന് എടുക്കാം, വേഗം എടുക്കാം. ഇവിടുന്ന് എടുക്കാൻ പറ്റൂല, ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല. അപ്പോൾ പിന്നെ അവളൊരു പ്രൈവറ്റ് സ്കാനിങ് സെന്ററിൽ പോയി എടുത്തിട്ട് വരണം. അല്ല ഡോക്ടറെ, പൈസയുടെ ബുദ്ധിമുട്ട്. പൈസക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഒരു വഴിയുള്ളത്, ഈ ESI ആനുകൂല്യം കിട്ടുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. അതിൻ്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ആ ലിസ്റ്റ് ഞാൻ തരാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തോളി. അപ്പോൾ അതിന് ചികിത്സിക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസ ഒക്കെ ESIൻ്റെ ബൈക്ക് പോയിക്കോളും. അപ്പം നിങ്ങൾ അങ്ങോട്ട് മാറ്റാം, അങ്ങോട്ട് മാറ്റി തരാം. അപ്പം അതിന് ആദ്യം നിങ്ങൾ വേണ്ടത്, നിങ്ങൾ ആദ്യം ESIൻ്റെ ഓഫീസിൽ പോകണം. അവിടുന്ന് ഒരു ഫോം കിട്ടും. ആ ഫോം പൂരിപ്പിച്ച് കൊടുക്കണം. ആ ഫോം പൂരിപ്പിക്കാൻ മാത്രമല്ല, ഇയാളെ ഫോട്ടോ ഉണ്ട് പേരിൽ. അത് 1 2 പോരാ, ഒരു 8 എണ്ണം ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഈ 7-8 ഫോട്ടോ ഈ ഫോമും ഇതും കൊണ്ടുപോയിട്ട് നിങ്ങൾ ഡിസ്പെൻസറി ചെല്ലുക. ESI ഡിസ്പെൻസറിയിൽ അവിടെ പോയിട്ട് റെഫറൻസ് വാങ്ങിക്കുക. എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞേ? का प्रॉब्लम जर्मन तुम ये दवा ठीक है फार्मसी 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 എന്തൊക്കെ അസുഖമാണാവും പറഞ്ഞത്? ആർക്കറിയാം. എന്തായാലും പനിയുടെ മരുന്ന് കൊടുത്തിട്ടുണ്ട്, പനി വരായിരുന്നാൽ മതി.